ആളറിഞ്ഞ് കളിക്കട എന്ന സുപ്രിയയുടെ പോസ്റ്റിന് പിന്നാലെയാണ് എനിക്ക് തോന്നുന്നു വിവാദങ്ങൾ ഇങ്ങനെ സംഘപരിവാർ ഉൾപ്പെടെ ആളറിഞ്ഞ് കളിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ആദായനികുതി വകുപ്പിൽ പല സിനിമകളുമായി ബന്ധപ്പെട്ട് പണം കിട്ടിയതിൻ്റെ സോഴ്സ് വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദായനികുതി വകുപ്പ് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സത്യത്തിൽ കേന്ദ്രം ആളറിഞ്ഞ് കളിച്ചു തുടങ്ങിയോ? അങ്ങനെ തന്നെ പറയാം. കാരണം പൃഥ്വിരാജിൻ്റെ ഭാര്യയായ സുപ്രിയ മേനോനാണ് ഈ പോസ്റ്റ് ആദ്യം ഇട്ടത്, ആളറിഞ്ഞ് കളിക്കട. പക്ഷേ ആ പോസ്റ്റ് ഇടുമ്പോൾ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അവർ ആദ്യം മനസ്സിലാക്കണമായിരുന്നു. ഇപ്പം ഗോകുലം ഗോപാലിൻ്റെ വീട്ടിലും ഓഫീസിലടക്കം റെയ്ഡ് നടത്തി. ഏതാണ്ട് 12 മണിക്കൂറോളം അധികം റെയ്ഡ് നടത്തി. മാത്രമല്ല ഗോകുലം ഗോപാലിനോട് ചെന്നൈയിലുള്ള അവരുടെ പ്രധാന ഓഫീസിലേക്ക് ഹാജരാകാൻ അതും കഴിയും വേഗം എന്ന് പറയുന്നു. പക്ഷേ അത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടല്ല. അപ്പം കഴിഞ്ഞ കുറേ കാലമായി ED കൃത്യമായ നിരീക്ഷണത്തിൽ ഇവരെയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഈ സുപ്രിയ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതോടുകൂടി ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് കേന്ദ്ര സർക്കാർ ഉടനെ എടുക്കുന്ന ആക്ഷൻ ആയിരിക്കില്ല. ഇപ്പോൾ EDയുടെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വിഭാഗത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടല്ലോ, ഇവർ പൃഥ്വിരാജിന് നോട്ടീസ് നൽകി. അതായത് കഴിഞ്ഞ മാർച്ച് 29 പൃഥ്വിരാജിൻ്റെ സാമ്പത്തിക കണക്കുകളെല്ലാം തന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കണം. അതിന് 1 മാസത്തെ സമയം തരും എന്ന് പറഞ്ഞാൽ മാർച്ച് 29 ടു ഏപ്രിൽ 29. ഈ 1 മാസത്തിനുള്ളിൽ അദ്ദേഹം ചില കണക്കുകൾ കാണിക്കണം. ഇവിടെ എന്താ പ്രശ്നം? ഇപ്പോൾ ഓരോ സിനിമാ നടനെ സംബന്ധിച്ച് നമുക്കറിയാം, അയാൾ പ്രശസ്തിയിലേക്ക് ഉയർന്നാൽ അയാൾ പതുക്കെ നിർമ്മാണ മേഖലയിലേക്ക് കിടക്കും. പ്രത്യേകിച്ച് അയാൾ തന്നെ നായകനാകുന്ന സിനിമയാണെങ്കിൽ അയാൾ അതിന് പ്രതിഫലം വാങ്ങണ്ട, പകരം അതിനകത്ത് ഒരു കോ പ്രൊഡ്യൂസർ ആകാം. എന്ന് വെച്ചാൽ സഹനിർമ്മാതാവ്, ഒരു മെയിൻ പ്രൊഡ്യൂസർ ഉണ്ടാകും, അതുകൂടാതെ ഇയാളും സഹായിക്കും. അപ്പോൾ ഇയാളുടെ പ്രതിഫലം ഉൾപ്പെടെ ആ കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇയാൾക്ക് വരുമാനമായി ലഭിക്കും. അപ്പം മികച്ച കഥയാണ്, മികച്ച സംവിധായകനാണ്, ഈ സിനിമ വിജയിക്കും എന്നുള്ള തോന്നലുണ്ടാക്കിയാൽ ഒരുപക്ഷെ ഈ സ്വന്തം നിർമ്മാണ കമ്പനിയുമായി നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങും. അത് മോഹൻലാൽ ഉണ്ടാകും, മമ്മൂട്ടി ഉണ്ടാകും, പൃഥ്വിരാജ് ഉണ്ടാകും. അപ്പോൾ പൃഥ്വിരാജ് ഇവിടെ വളരെ ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് 2022 പൃഥ്വിരാജ് അഭിനയിച്ച ചില സിനിമകളുണ്ട്. കടുവ അല്ലെ, വലിയ ഹിറ്റായ ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു അല്ലെ, ഗോൾഡ്. അപ്പൊ ഈ സിനിമകളിലെല്ലാം തന്നെ പൃഥ്വിരാജ് അഭിനയിച്ചുവെങ്കിലും പ്രതിഫലം നടൻ എന്ന നിലയിൽ, നായകൻ എന്ന നിലയിൽ വാങ്ങിയില്ല എന്നർത്ഥം. അങ്ങനെ പ്രതിഫലം വാങ്ങിയില്ലെങ്കിൽ ഇയാൾ ഒരുപക്ഷെ കോ പ്രൊഡ്യൂസറും ആയിരിക്കില്ലേ. അപ്പൊ കോ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന പണവും ഈ അഭിനേതാവിന് കിട്ടുന്ന പണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്തിനാണെന്നറിയോ? ടാക്സ് കൊടുക്കുന്ന കാര്യത്തിൽ. അതൊരു വലിയ ബുദ്ധിയല്ലേ പൃഥ്വിരാജിന്റെ വലിയൊരു ബുദ്ധിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ എമ്പുരാനിലെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ചില വ്യാജ കണക്കുകളാണ് ഇവർ പുറത്തുവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് എമ്പുരാൻ വെറും 7 ദിവസം കൊണ്ട് നേടിയത് 230.70 കോടിയാണെന്നാണ് ഇവർ പറയുന്നത്. അതിൽ 98.70 കോടി ഇന്ത്യയിൽ നിന്ന് ലഭിച്ചപ്പോൾ വിദേശത്ത് നിന്ന് 132 കോടി കിട്ടി. ഇത് ഒന്നാം തരം പണം ഇടപാടിൽ നടന്നിട്ടുണ്ടാകുമെന്നാണ് ഇപ്പൊ പല നിരീക്ഷകരും പറയുന്നത്. കാരണം സൂപ്പർ ഹിറ്റായ ചാവ എന്ന ഹിന്ദി സിനിമ 48 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 709.25 കോടി ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആ ചിത്രത്തിന്റെ കളക്ഷൻ 91 കോടി മാത്രമാണ്. റിലീസായി 4 ദിവസം പിന്നിട്ടപ്പോൾ സൽമാൻ ഖാന്റെ ഹിതന്ദർ ഇന്ത്യയിൽ നിന്നും സിക്കന്ദർ ഇന്ത്യയിൽ നിന്നും 100.25 കോടി ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ വിദേശത്ത് നിന്ന് നേടിയത് വെറും 40 കോടി. ഇവർ പറയുന്നത് വിദേശത്ത് നിന്ന് ഇവർക്ക് 132 കോടി രൂപ കിട്ടി എന്നാണ്. ഇനി ഈ കളക്ഷൻ റിപ്പോർട്ട്, എമ്പുരാൻ ആദ്യ 7 ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് 98.70 കോടി, വിദേശത്ത് നിന്ന് 132.0 കോടി, മൊത്തം 230.70 കോടി. ഇനി ചാവ എന്ന സിനിമ 48 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 709.25 കോടി, വിദേശത്ത് നിന്ന് 91 കോടി, മൊത്തം 800 കോടി. സിക്കന്ദർ 4 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 100 കോടിയിലധികം, വിദേശത്ത് നിന്ന് 40 കോടി, മൊത്തം 140 കോടി. അതായത് ചാവയുടെയും സിക്കന്ദറിന്റെയും വിദേശ കളക്ഷൻ മൊത്തം കളക്ഷന്റെ 10-20% നിൽക്കുമ്പോൾ എമ്പുരാന് മാത്രം 60% വരുമാനം വിദേശത്ത് നേടി. അതായത് മൊത്തം കളക്ഷൻ. ധന്യ പറയുന്നതിനകത്ത് ഇതേപോലെ പൊരുത്തക്കേടെന്ന് മനസ്സിലാക്കാം. അതായത് വിദേശത്ത് നിന്ന് ഈ ചാവ എന്ന് പറയുന്ന സിനിമ സ്വാഭാവികമായിട്ടും ഈ ശിവജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിന് വലിയ കളക്ഷൻ വിദേശത്ത് നിന്ന് കിട്ടണമെന്നില്ല, എങ്കിൽ പോലും 90 കോടിയോളം കിട്ടി. ഇനി സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ അത് 4 ദിവസം കൊണ്ട് ഇത്ര സമയം അപ്പൊ മൊത്തം ഗ്രോസ് കളക്ഷന്റെ 10% അല്ലെങ്കിൽ 20% കിട്ടുമ്പോഴാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏതാണ്ട് 130 കോടിയോളം രൂപ വിദേശത്ത് നിന്ന് മാത്രം കിട്ടി. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു കളക്ഷൻ നേടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് ഇവിടെ ഉണ്ടാകണമെങ്കിൽ
എങ്കിൽ ഏതൊക്കെയോ പണം വെളുപ്പിച്ചെടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഈ പൃഥ്വിരാജ് ഉൾപ്പെടുന്നില്ലേ. അപ്പോൾ പൃഥ്വിരാജ് കാലങ്ങളായി ചെയ്തു വന്ന ചില പ്രവർത്തികൾ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2022 3 സിനിമകൾ ഇറങ്ങിയപ്പോൾ നായകൻ എന്ന നിലയിൽ പ്രതിഫലം വാങ്ങാതെ കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ വരുമാനത്തിന്റെ ഷെയർ മേടിച്ചു 40 കോടിയോളം വാങ്ങിയെന്നാ പറയുന്നത്. 40 കോടി. അപ്പോൾ ആലോചിക്കുക എത്ര വലിയ ഹ്യൂജ് എമൗണ്ട് അല്ലേ. ഹ്യൂജ് എമൗണ്ട് വാങ്ങി സിനിജ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സഹനിർമ്മാതാകുമ്പോൾ ആദായ നികുതി വകുപ്പിൽ അത്രയും ടാക്സ് കൊടുക്കുകയും വേണ്ട. അതായത് ഒരു നടൻ കൊടുക്കേണ്ട അത്ര ടാക്സ് പ്രൊഡ്യൂസർക്ക് കൊടുക്കണ്ട. കാരണം പ്രൊഡ്യൂസർ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ലാഭമൊക്കെ വരുന്നത്. അത് ഗ്രാജുവലിയാണ് വരുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ എമ്പുരാന് വലിയ കളക്ഷൻ ഉണ്ടായതും 200 കോടിയിലേക്ക് എത്തിയതും. ഇപ്പം നേരത്തെ നമ്മൾ കണക്ക് പറഞ്ഞു, ഒരു ദിവസം മുഴുവൻ ഷോയും ഫുള്ളായിട്ട് ഓടിയാൽ ഇത്ര രൂപയെ കളക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെ കൂട്ടിയ പോലും ഏതാണ്ട് 4 കോടിയേ വരത്തുള്ളൂ. അപ്പോൾ ഈ 200 കോടി എത്താനുള്ള സമയമൊന്നും ആയില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു കണക്ക് സൃഷ്ടിച്ചു. അപ്പം പണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു കണക്ക് വന്നു. തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായിരുന്നു, തമിഴ്നാട്ടിൽ ആളുകൊണ്ട് നിറഞ്ഞു, അങ്ങനെ വൻതോതിൽ പണം വന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ആ തിയേറ്ററിലൊന്നും വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും കണക്കുകൾ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്നതിൽ പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ഒരു സംഘം എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനകത്ത് മോഹൻലാലും അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരും ഉൾപ്പെടെയുള്ളവർ ചെന്ന് വീണതാണെങ്കിലോ, അല്ലെങ്കിൽ ഈ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന മെയിൻ പ്രൊഡ്യൂസർ പെട്ടുപോയതാണെങ്കിലോ, ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഗോകുലം ഗോപാലിന് മേലെ ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ ഒരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എത്രയോ കാലമായി ചിട്ടി ബിസിനസ് നടത്തുന്നു, എത്രയോ കാലമായി അദ്ദേഹം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നു, എത്രയോ കാലമായി സിനിമ പ്രൊഡ്യൂസറാണ്. ഇന്ന് വരെ ഇദ്ദേഹത്തിനൊരു ആരോപണം കേൾക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ വളരെ പെട്ടെന്ന് പൃഥ്വിരാജും സംഘവും ഈ ഗോകുലം ഗോപാലിനെ ഒരു കുരുക്കിൽ കൊണ്ട് ചാടിച്ചു. അപ്പോൾ പൃഥ്വിരാജ് മാർച്ച് 29 മുതൽ നൽകിയ നോട്ടീസിന് ഏപ്രിൽ 29 കൃത്യമായ നടപടി അല്ലെങ്കിൽ മറുപടി നൽകണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ആരംഭിച്ചത്, ഇപ്പോൾ തന്നെ പൃഥ്വിരാജിന്റെ പല ഓഫീസുകളും കേന്ദ്രീകരിച്ച് ചില അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചില കണക്കുകൾ പൊരുത്തക്കേട് കണ്ടിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗോകുലം ഗോപാലൻ നേരിട്ടതിനേക്കാൾ കഠിനമായ നടപടി പൃഥ്വിരാജ് നേരിടേണ്ടി വരും. ഇത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കി വെച്ചതാണ്. കേന്ദ്ര സർക്കാരിനെ പോയി വെല്ലുവിളിക്കേണ്ട, കളം പറഞ്ഞ് കളിക്കട, തരത്തിൽ പോയി കളിക്കട, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇത് വരുമ്പോഴേ സുപ്രിയയുടെ ഇടപാടുകളും കൂടി അന്വേഷിക്കില്ല. കാരണം നിർമ്മാതാവ് പല സിനിമയിലും സുപ്രിയയാണ്. അപ്പോൾ സുപ്രിയയുടെ ആദായ നികുതി വകുപ്പ് അതിന്റെ കണക്കുകളും കൂടി ശേഖരിച്ചു പോയാൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് തൂങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ പൃഥ്വിരാജ് ഇപ്പം നടൻ എന്നതിനെ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് സുപ്രിയയാണ്. അപ്പൊ രണ്ടുപേരുടെയും 2 അക്കൗണ്ട് ആയിരിക്കും. ഇപ്പൊ പുറത്ത് വരുന്നത് പൃഥ്വിരാജിന്റെ കണക്ക്, പൃഥ്വിരാജിന്റെ അക്കൗണ്ട് പൃഥ്വിരാജിന്റെ. സുപ്രിയയുടെ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. കേന്ദ്രം കാളറിഞ്ഞ് കളിച്ചു തുടങ്ങി. കേന്ദ്രത്തെ മുന്നേ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഇപ്പൊ വിജയിയുടെ വീട്ടിൽ ആദായ നികുതി അന്വേഷണം വന്നപ്പോൾ വിജയ് അത് ചങ്കുറപ്പോടെ നേരിട്ടത് വിജയിയുടെ കാര്യത്തിൽ കള്ളത്തരമില്ല എന്നുള്ളത് കൊണ്ടാണ്. അവർക്ക് അവിടെ നിന്നൊന്നും ലഭിച്ചില്ല. കാരണം മെർസൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ആദായ നികുതി വകുപ്പ് വന്നു. ആ സിനിമയിൽ നിന്ന് ഒരു കട്ടും ചെയ്യില്ല എന്ന് വിജയ് നിലപാട് സ്വീകരിച്ചു. പിന്നീട് ആദായ നികുതി വകുപ്പ് വന്നതും അവിടെ അന്വേഷണം നടത്തിയത് 1 രൂപ പോലും അനാവശ്യമായി വിജയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് പലയിടത്തും ബുക്കിംഗ് ഫുൾ എന്ന് പറയുന്നിടത്ത് ബുക്കിംഗ് ഫുൾ അല്ല, അങ്ങനെ ആക്കി തീർക്കുന്നതാണ്. അത് പലതും ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്താനായി ബുക്കിംഗ് ഫുള്ളാണ്, ഹൗസ് ഫുള്ളാണ് എന്നൊക്കെ കാണിക്കുന്നതാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ED അന്വേഷിച്ച് ചെല്ലുമ്പോൾ വാതിലുകൾ തുറന്നു പോകുന്നത് സുപ്രിയയിലേക്കും പൃഥ്വിരാജിലേക്കും. ഇനി പെടാൻ മോഹൻലാൽ ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ഇതിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഡ്രൈവറായി വന്ന ആന്റണി പെരുമ്പാവൂർ പെട്ടെന്ന് എങ്ങനെയാണ് കോടികൾ ചിലവാക്കുന്ന നിർമ്മാതാവിലേക്ക് മാറിയത്? അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അന്വേഷിച്ച് പോകുമ്പോൾ തൂങ്ങാൻ പോകുന്നത് ആരൊക്കെയാണ്? ഒരു എമ്പുരാൻ എന്ന് പറയുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എമ്പുരാൻ അല്ല എന്ന് പറയുമ്പോഴും പണി കിട്ടിയത് എമ്പുരാൻ വഴി തന്നെ. സുപ്രിയയോട് ഒന്നേ പറയാനുള്ളൂ, കേന്ദ്രം ആളറിഞ്ഞ് കളിച്ചു തുടങ്ങി. ഇനി നിങ്ങളും കളിച്ചോ. രാജാവിന്റെ തൊട്ടുമുകളിൽ ദൈവത്തിന്റെ തൊട്ട് എമ്പുരാൻ, അത് ആരൊക്കെയാണെന്ന് കണ്ടറിയാതെ.